ഇത് ഞാനത് മറന്നിരിക്കുകയായിരുന്നു. കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചു. ഞാനാണിത് ചോദിക്കേണ്ടത്. അവിടെ പലയിടത്തും പറഞ്ഞല്ലോ 2 ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത്, 3 ദിവസം മുമ്പാണ്. എൻ്റെ മുഖത്തൊക്കെ പറയാൻ പറ്റുമോ 3 ദിവസം മുമ്പ് അറിയിച്ചെന്ന്? ഇല്ല. അതൊരു അപ്പൊ എന്തിനാ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നെ 2 ദിവസം മുമ്പാണ് ഇവിടെ വിളിച്ചത്, എന്നെ 3 ദിവസം മുമ്പ് മാക്സിമം എന്നൊക്കെ. അതന്നത്തെ ചോരത്തിളപ്പിന് അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അനീഷിനെ ആദ്യമായിട്ട് വിളിച്ച് അനീഷ് ഇന്നാന്ന് പറയുന്ന ആള് ഞാനാണ്. ആ വിളിച്ച കോളും എൻ്റെ കയ്യിലുണ്ട്, അന്ന് അയച്ച മെസ്സേജും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളും ഉണ്ട്. അയ്യോ സുന്ദര, നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു. ഞാനില്ലേ, ധൈര്യമായിട്ടിരിക്കുക. ഞാൻ എന്നിട്ട് സർപ്രൈസ്ഡ് ആവുമായിരുന്നു. എന്നെ എല്ലാരും വിളിച്ചു ചോദിച്ചു 2 ദിവസം മുമ്പാണ് അനീഷിനോട് പറഞ്ഞു. എന്തിനാ അങ്ങനെ ഒരു കള്ളം? അത് ആക്ച്വലി അത് കള്ളം എന്ന് പറയുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് തരുന്നു. അത് താനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. പക്ഷെ ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറെ നാള് ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ അടിച്ചു മാറ്റിയതാ. കാര്യങ്ങളൊക്കെ 2 ദിവസം മുമ്പ് എന്നുള്ളത് ഒരു മറവിയാണോ അനീഷ്? ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും കൂടെ തന്നാലോ? വേണ്ട. ബിക്കോസ് നമ്മുടെ ഡോക്യുമെന്റേഷൻ വീട്ടിൽ എടുക്കാൻ വരുന്നു, അത് കഴിഞ്ഞ് മൈജിയിൽ പോയി ഷൂട്ട് ചെയ്യുന്നു. ഈ പ്രോസസ് ഒക്കെ അനീഷ് മറന്നുപോയോ ഒരു ദിവസം? കള്ളൻ അത് മതി, എത്തിക്സ് ഉള്ള കള്ളൻ അതിവിടെ വേണ്ട. എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല ഞാൻ എന്താ ഞങ്ങൾക്ക് പറഞ്ഞത്. നല്ല ഓർമ്മയുണ്ട് അനീഷ്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഞാൻ ഒരാളെ എന്ന് വിളിച്ചു. ഒരിക്കലും നമ്മുടെ ബിഗ് ബോസ് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഒരാളെ 2 ദിവസം കൊണ്ട് കയറ്റാൻ പറ്റില്ല. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. അനീഷിനൊക്കെ ഒരുപാട് ദിവസം കിട്ടി അനീഷ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വേറെല്ലാം പറയാം. അനീഷിന്റെ ഒരു സ്ത്രീ വിരോധം, സ്ത്രീകളോട് അനീഷിന് ഇഷ്ടമല്ല. എന്നോട് ഇവൻ 6 മാസം സ്ത്രീകൾക്ക് എന്തിന് മെറ്റർനിറ്റി ലീവ് കൊടുക്കുന്നു, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് തർക്കിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ഇപ്പോഴും അതിൽ ഉറച്ചു വെക്കുന്നു. എന്തിനാണ് 6 മാസം മെറ്റർനിറ്റി ലീവ് കൊടുക്കുന്നത്? അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അനീഷ് അങ്ങനെ? അനീഷിന്റെ വേർഷനാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം. ഒരു മെറ്റേണിറ്റി ലീവ് 6 months കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നതായിട്ട്. സ്ത്രീകളുടെ പ്രിവിലേജ് ആണ്, കാരണം സ്ത്രീകളാണ് പ്രസവിക്കുന്നത്. അപ്പോ പ്രിവിലേജ് ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക്. ഞാൻ പറഞ്ഞ കറക്റ്റല്ലോ? അയ്യോ പിന്നെ അതാ കറക്റ്റ്. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 6 മാസം എന്നുള്ളത് അത്ര കൊടുക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും എന്തായാലും അങ്ങനെയല്ല. നമ്മുടെ ഇത് പോയിന്റ് കറക്റ്റ്. പുരുഷന്മാർക്ക് കൊടുക്കരുത് എന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞില്ല. പണി പിന്നെയും പാളി. എല്ലാം കയ്യിൽ നിന്ന് പോവാ. പക്ഷെ സ്ത്രീക്ക് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന ഒരു അൺവാണ്ടഡ് പ്രിവിലേജ് ആണെന്നാണ് അനീഷ് പറയുന്നത്. ഇപ്പോഴല്ല നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. പറയണ്ടായിരുന്നു. എന്തൊരു നീചനാണ്. പെണ്ണുങ്ങൾക്ക് 6 കൊടുത്തിട്ട് ആണുങ്ങൾക്ക് ബാക്കി 1 കൊല്ലം കൊടുക്കൂ. അതൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല. അത് പ്രിവിലേജ് ആണെന്നോ അല്ലാന്നോ നമ്മൾ ആരും തർക്കിക്കുന്നില്ല അനീഷ്. എന്ത് പറ്റി? അണ്ണന്റെ പെട്ടി അവൻ പൂട്ടിയാ? അത് കള, അതിനെപ്പറ്റി പറഞ്ഞു തർക്കിക്കാൻ എനിക്ക് നേരമില്ല. എനിക്കിവിടെ 1-2 സ്വീകരണങ്ങളൊക്കെ ഉണ്ട്. പകല് മുഴുവൻ റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് രാത്രി ഭയങ്കര ക്ഷീണമാണ്. ഞാൻ ചെന്ന് കിടക്കട്ടെ.